കൊച്ചുൻ്റെ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ പാകിസ്ഥാനി സൂട്ട്. ഇതിൻ്റെ പാൻറ്റ് ചുരിദാറിൻ്റെ പാൻറ്റ് പോലെ ഇരിക്കും. കൊച്ചുന് വള്ളി വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതൊന്ന് ബാക്ക് ഇലാസ്റ്റിക് ആക്കി കൊടുക്കാൻ പോവുകയാണ്. ടോട്ടൽ അരവണ്ണം 24 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 12 എടുത്തിട്ട് ഫ്രണ്ടിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 12 ഇഞ്ചിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് 10 ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് ഞാൻ സീ അലവൻസ് കൊണ്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പാൻറ്റിൻ്റെ സ്റ്റിച്ച് അഴിക്കണമൊന്നുമില്ല, നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പാണെന്നുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതിയിട്ട്. എനിക്കിവിടെ 1 ഇഞ്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് ഇതേപോലെ ഇലാസ്റ്റിക് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കും. നമ്മൾ ആദ്യം ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടേക്ക് എത്തിക്കുക ഇലാസ്റ്റിക്കിന്. 2 സൈഡിലും വേണമെങ്കിൽ പിന്നെ കുത്തിക്കോട്ടെ, കാരണം ഇത് ഉള്ളിലേക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ചോക്കിന്റെ ലൈൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതേപോലെ ഒരു പിന്നു കുത്തി കൊടുക്കുക. ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇലാസ്റ്റിക് ഇതേപോലെ ബാക്ക് വശത്തേക്ക് കൂടി എടുത്തതിന് ശേഷം ഫ്രണ്ടിലുള്ള ആ ലൈൻ ഉണ്ടല്ലോ, 12 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയത്, ആ ലൈനിലേക്ക് എത്തിച്ചു കൊടുക്കും. ബാക്ക് ഇലാസ്റ്റിക് ചുരിദാർ പാൻറ്റിൻ്റെ ഒക്കെ വീഡിയോ വിശദമായിട്ട് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് കയറി നോക്കണം കേട്ടോ. 1 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇത്തിരി ഫിറ്റ് ആയിരുന്നു. അപ്പം ഞാൻ കറക്റ്റായിട്ട് എടുക്കുകയാണ്. ഇനി 2 സൈഡും ഇതേപോലെ തന്നെ ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇലാസ്റ്റിക് ഇതേപോലെ അടിച്ചു കൊടുക്കുക. ഒരു 1/4 ഇഞ്ച് സീ അലവൻസിൽ അടിച്ചു കൊടുക്കുക. നമ്മൾ 1/2 ഇഞ്ച് സീ അലവൻസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇലാസ്റ്റിക്കിന്. അടിക്കുന്നതിന് മുന്നേ പിന്നൂരി എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ ഇതേപോലെ ഒരു ഹോൾ ഇട്ടിട്ട് ഞാൻ പിന്നൂരി എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അരവണ്ണത്തിൻ്റെ പകുതി 12 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയെന്ന് പറഞ്ഞല്ല, അങ്ങനെ ഒന്നുമില്ല. അത് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് ചിലപ്പോൾ ഒരു 2 ഇഞ്ച് കൂടുതൽ എടുക്കേണ്ടി വരും. പിന്നെടുത്ത ഗ്യാപ്പൊക്കെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ വള്ളി കെട്ടാനുള്ള ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ഇതേപോലെ അടിച്ചു കൊടുക്കാം. അരവണ്ണം കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലിട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കാട്ടോ. ഇനി ഇലാസ്റ്റിക് ബാൻഡ് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് വലിച്ചു പിടിച്ചിട്ട് ഒരടിപ്പിട്ട് കൊടുക്കുക. ഫ്രണ്ടിലെ ഗ്യാപ്പിൽ ഞാൻ 6 ആക്സ് ഇട്ടിട്ടാണ് ഇവിടെ റെഡിയാക്കണം. അങ്ങനെ നോർമൽ ചുരിദാറിൻ്റെ പാൻറ്റ് ബാക്ക് ഇലാസ്റ്റിക് പാൻറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഇതിൻ്റെ അരവണ്ണം ഒന്ന് അളന്ന് നോക്കാം. എനിക്കിവിടെ 1 സൈഡ് 11.5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് മുതൽ 1 ഇഞ്ച് വരെ നമുക്ക് ലൂസ് കിട്ടിയാൽ മതി. അങ്ങനെ കൊച്ചൂസ് ഇലാസ്റ്റിക്കിൻ്റെ പിൻബലത്തോടു കൂടി ധൈര്യമായിട്ട് ഡാൻസ് കളിച്ചു. ഇത് നമുക്ക് വലിയവരുടെ ചുരിദാർ പാൻറ്റിലും പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ ഇതേപോലെ വീഡിയോസ് ഞാൻ ഇനി വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.